السلام عليكم بسم الله الرحمن الرحيم منهاج الطالبين كتاب الفرائض درس 39 بسم الله الرحمن الرحيم والثلثان فرض بنتين فصاعدا وبنتي بن فأكثر وأختين فأكثر لأبوين أو لأب والثلثان മൂന്നിൽ രണ്ട് ഫർളു ബിൻതൈനി രണ്ടു പെൺമക്കളുടെ ഓഹരിയാണ്. ഫസ്വാഇദൻ മേലോട്ട്, രണ്ടിലധികം പെൺമക്കളുടെയും ഓഹരിയാണ്. മൂന്നിൽ രണ്ട്, ഒന്നിലധികം പെൺമക്കളുടെ ഓഹരിയാണ്. വബിൻതൈബിനിൻ മകന്റെ രണ്ടു പെൺമക്കളുടെയും ഓഹരിയാണ്. ഫഅക്സറ അതിൽ കൂടുതലും, മകന്റെ രണ്ടിൽ കൂടുതൽ പെൺമക്കളുടെയും ഓഹരിയാണ്. മൂന്നിൽ രണ്ട് മകന്റെ ഒന്നിലധികം പെൺമക്കളുടെ ഓഹരിയുമാണ്. വഉഖ്തൈനി രണ്ടു സഹോദരിമാരുടെയും ഓഹരിയാണ്. ഫഅക്സറ അതിൽ കൂടുതലും, രണ്ടിൽ കൂടുതൽ സഹോദരിമാരുടെയും ഓഹരിയാണ്. ലി അബവൈനി മാതാപിതാക്കളൊത്ത, ഔ ലി അബിൻ അല്ലെങ്കിൽ ഉപ്പയൊത്ത. ഇനി തുഹ്ഫത്തുൽ മുഹ്താജിൽ നോക്കുക. വസ്സുലുസാനി ഫർളു അർബഇൻ ബിൻതൈനി ഫസ്വാഇദൻ ലിൽ ആയത്തി. വസ്സുലുസാനി ഫർളു അർബഇൻ മൂന്നിൽ രണ്ട്, നാലു വിഭാഗത്തിന്റെ ഓഹരിയാണ്. ബിൻതൈനി ഫസ്വാഇദൻ ലിൽ ആയത്തി ആയത്തുള്ളത് കൊണ്ട്. ഇതിന് ദലീല് ആയത്താണ്. ഇവിടെ ദലീലായി ആയത്ത് എഴുതിയിട്ടില്ല. മുഗ്നിൽ മുഹ്താജിലും കൻസുർ റാഗിബിലും ആയത്ത് എഴുതിയിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും ലിൽ ആയത്തി ആയത്തുള്ളത് കൊണ്ട് എന്നേ എഴുതിയിട്ടുള്ളൂ. ആ ആയത്ത് എഴുതിയിട്ടില്ല. ഏതാണ് ആയത്ത്?
മുഗ്നിൽ മുഹ്താജിൽ എഴുതിയത് വായിക്കാം. فإن كن نساء فوق اثنتين فلهن ثلثا ما ترك. فإن كن അവർ ആയാൽ നിസാഅൻ സ്ത്രീകൾ, സ്ത്രീകൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് പെൺമക്കൾ എന്നാണ്. ഫൗഖസ്നതൈനി രണ്ടിനു മുകളിൽ, രണ്ടിലധികം സ്ത്രീകൾ, രണ്ടിലധികം പെൺമക്കൾ ആയാൽ ഫലഹുന്ന അവർക്കുണ്ട് സുലുസാ മാ തറക അദ്ദേഹം വിട്ടേച്ചു പോയതിന്റെ 2/3, അനന്തര സ്വത്തിന്റെ 2/3. ഈ ആയത്തിനെ കുറിച്ചാണ് ലിൽ ആയത്തി എന്ന് എഴുതിയത്. ഫൗഖ, ഫൗഖ എന്നത്, ഫൗഖ എന്ന ലഫ്ള് ഈ ആയത്തിൽ ഫൗഖ എന്ന ലഫ്ളുണ്ടല്ലോ. വഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി എന്നാണല്ലോ. ഫൗഖ എന്ന ലഫ്ളിനെ കുറിച്ചാണ് പറയുന്നത്. ഫൗഖ എന്ന ലഫ്ള് ഫീഹ ഇതിൽ, ഈ ആയത്തിൽ സ്വിലത്തുൻ സ്വിലയാണ്. ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി എന്നതിലുള്ള ഫൗഖ എന്ന ലഫ്ള് സ്വിലയാണ്. ലിൽ ഇജ്മാഇ ഇജ്മാ ഉള്ളതുകൊണ്ട്, അലാ അന്ന ലിൽ ബിൻതൈനി അസ്സുലുസൈനി രണ്ടു പെൺമക്കൾക്ക് 2/3 ഉണ്ട് എന്നതിന്മേൽ. ലിൽ ഇജ്മാഇ അലാ അന്ന ലിൽ ബിൻതൈനി സുലുസൈനി രണ്ടു പെൺമക്കൾക്ക് 2/3 ഉണ്ട് എന്നതിന്മേൽ ഇജ്മാ ഉള്ളതുകൊണ്ട്. അൽ മുസ്തനിദി ലിൽ ഹദീസി സ്വഹീഹി സ്വഹീഹായ ഹദീസിനെ അവലംബിക്കുന്ന, ഏതാണ് സ്വഹീഹായ ഹദീസ്? ഇതാണ്. അന്നഹാ നസലത് ഫീ ബിൻതൈനി വസൗജത്തിൻ വബ്നി അമ്മിൻ ഫഖളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിസ്സൗജത്തി ബിസ്സുമുനി വലിൽ ബിൻതൈനി ബിസ്സുലുസൈനി വലിബിനിൽ അമ്മി ബിൽ ബാഖി. അന്നഹാ നസലത്
അത് ഇറങ്ങി എന്ന ആ ആയത്ത് ഇറങ്ങി എന്ന സ്വഹീഹായ ഹദീസിനോട് അവലംബിച്ച് ആരുടെയെല്ലാം കാര്യത്തിലാണ് ഇറങ്ങിയത്? ഫീ ബിൻതൈനി വസൗജത്തിൻ വബ്നി അമ്മിൻ. രണ്ടു പെൺമക്കൾ, ഭാര്യ, പിതൃവ്യ പുത്രൻ എന്നിവരിൽ രണ്ടു പെൺമക്കളും ഭാര്യയും പിതൃവ്യ പുത്രനും അനന്തരാവകാശികളാകുന്നതിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഫഖളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിച്ചു, ലിസ്സൗജത്തി, ഭാര്യക്ക്, ബിസ്സുമുനി, 1/8 കൊണ്ട്, ഭാര്യക്ക് 1/8 കൊടുക്കണം എന്ന് വിധിച്ചു. വലിൽ ബിൻതൈനി, രണ്ടു പെൺമക്കൾക്ക് അവിടുന്ന് വിധിച്ചു, ബിസ്സുലുസൈനി, 3/2 കൊണ്ട്. രണ്ടു പെൺമക്കൾക്ക് 3/2 കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചത്. ഈ ഹദീസിൽ നിന്ന് രണ്ടു പെൺമക്കൾക്ക് 3/2 എന്ന് വ്യക്തമായല്ലോ. വലിബിനിൽ അമ്മി ബിൽ ബാഖി, പിതൃവ്യ പുത്രന് ബാക്കിയുള്ളത് കൊണ്ടും വിധിച്ചു. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ചില നുസ്ഖകളിൽ വലിബിനിൽ അമ്മി അൽ ബാഖിയ എന്ന് കാണും. വലിബിനിൽ അമ്മി ബിൽ ബാഖി എന്നതാണ് കൂടുതൽ യോജിപ്പ്. വബിൻതൈ ബിനിൻ ഫഅക്സറ, മകന്റെ രണ്ടു പെൺമക്കളുടെയും 2-ലധികം പെൺമക്കളുടെയും നിശ്ചിത ഓഹരിയാണ്. ഇജ്മാഅൻ, ഏകാഭിപ്രായമായി. നിഹായത്തുൽ മുഹ്താജിൽ ഹൈസു ലാ ബിൻത ഇജ്മാഅൻ എന്നാണ് ഉള്ളത്. ഹൈസു ലാ ബിൻത, മകൾ ഇല്ലാത്തിടത്ത്, മകൾ ഇല്ല, മകന്റെ 1-ലധികം പെൺമക്കളുണ്ട്, എന്നാൽ മകന്റെ 1-ലധികം പെൺമക്കൾക്ക് 3/2 ഇജ്മാഅൻ, ഏകാഭിപ്രായമായി. വ ഉഖ്തൈനി, 2 സഹോദരിമാരുടെയും ഓഹരിയാണ്. ഫഅക്സറ, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ സഹോദരിമാരുടെ ഓഹരിയാണ്. ലി അബവൈനി, മാതാപിതാക്കളൊത്ത, ഔ ലി അബിൻ, അല്ലെങ്കിൽ ഉപ്പയൊത്ത. ലിൽ ആയത്തി, ആയത്തുള്ളത് കൊണ്ട്. ഫിസ്സിൻതൈനി,
രണ്ടാളുകളിൽ രണ്ടു സഹോദരിമാരിൽ എന്നാണ് ഉദ്ദേശ്യം. രണ്ടു സഹോദരിമാർക്ക് മൂന്നിൽ രണ്ടാണ് എന്നതിന് ദലീലായി ആയത്തുണ്ട്. സൂറത്തുൻ നിസാ 176 ആയത്തിൽ فَإِنْ كَانَتَا اثْنَتَيْنِ فَلَهُمَا الثُّلُثَانِ مِمَّا تَرَكَ എന്നുണ്ട്. ഇതാണ് ദലീൽ. فَإِنْ كَانَتَا ഇനി അവർ ആയാൽ ഇസ്നതൈനി രണ്ടു പെണ്ണുങ്ങൾ, രണ്ടു സഹോദരിമാർ എന്നാണ് ഉദ്ദേശ്യം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇസ്നതൈനി എന്നാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ലിൽ ആയത്തി ഫി സിൻതൈനി എന്ന് എഴുതിയത്. രണ്ടാളുകളിൽ ആയത്തുള്ളത് കൊണ്ട്, രണ്ട് സഹോദരന്മാരിൽ ആയത്തുള്ളത് കൊണ്ട് ഫഇൻ കാനത സ്നതൈനി ഇനി അവർ രണ്ടു സ്ത്രീകളായാൽ, രണ്ട് സഹോദരിമാരായാൽ ഫലഹുമസ്സുലുസാനി മിമ്മാ തറക്ക അദ്ദേഹം ഉപേക്ഷിച്ചതിൽ നിന്ന് അവർക്ക് മൂന്നിൽ രണ്ടുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും ഇവിടെയും ആയത്ത് എഴുതിയിട്ടില്ല. മുഗ്നിൽ മുഹ്താജിലും കൻസുർ റാഗിബിലും ഇവിടെയും ആയത്ത് എഴുതിയിട്ടുണ്ട്. വലിൽ ഇജ്മാഇ ഫീമാ സാദ രണ്ടിനേക്കാൾ കൂടുതലുള്ളവരിൽ ഇജ്മാ ഉള്ളതുകൊണ്ടും നിഹായത്തുൽ മുഹ്താജില് വൽ ഇജ്മാഇ ഫീമാ സാദ എന്നാണ് ഉള്ളത്. ആശയം ഒരുപോലെ തന്നെയാണ്. അലാ അന്നഹാ നസലത് ഫീ ഖിസ്സത്തി ജാബിരിൻ അത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിസ്വയിൽ ഇറങ്ങി എന്നതിന്മേൽ ഇജ്മാ ഉള്ളതുകൊണ്ട്. ലമ്മാ മരിള അദ്ദേഹം രോഗിയായപ്പോൾ, ജാബിർ റളിയല്ലാഹു അൻഹു രോഗിയായപ്പോൾ, വസഅല അദ്ദേഹം ചോദിക്കുകയും ചെയ്തപ്പോൾ, അൻ ഇർസി അഖവാതിഹി അദ്ദേഹത്തിന്റെ സഹോദരിമാരുടെ അനന്തര സ്വത്തിനെ കുറിച്ച്, അസ്സബഇ 7 അദ്ദേഹത്തിന്റെ 7 സഹോദരിമാരുടെ അനന്തര സ്വത്തിനെ കുറിച്ച്, മിൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള അനന്തര സ്വത്ത്. അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന്റെ 7 സഹോദരിമാർ അനന്തരാവകാശികളാകുമ്പോൾ ആ 7 സഹോദരിമാർക്ക് എത്രയാണ് എന്നതിനെ കുറിച്ച് അവർക്ക് 2/3. ഒന്നിലധികം സഹോദരിമാർക്ക് 2/3.
ഇവിടെ 7 സഹോദരിമാരാണ്. ഈ 7 സഹോദരിമാർക്കും കൂടി 2/3. വമാ ഖീല ലമ്മാ മാത വലതുൻ. ലമ്മാ മാത, അദ്ദേഹം മരിച്ചപ്പോൾ, ജാബിർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ എന്ന് പറയപ്പെട്ടത് വലതുൻ, പിഴവാണ്. ലമ്മ മരിള എന്നതാണ് ശരി. ലിഅന്നഹു ആശ, കാരണം തീർച്ചയായും ജാബിർ റളിയല്ലാഹു അൻഹു ജീവിച്ചു. ബഅദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം ബികസീരിൻ, ധാരാളം വർഷങ്ങൾ. ഫകാന തഖ്ദീറുഹ ബിൻതൈനി ഫഅക്സറ. ഫകാന തഖ്ദീറുഹ, അപ്പോൾ അതിന്റെ തഖ്ദീർ രണ്ടോ രണ്ടിൽ കൂടുതലോ പെൺമക്കൾ ആയി. ഇവിടെ ബിൻതൈനി എന്നാണോ സിൻതൈനി എന്നാണോ? നിഹായത്തുൽ മുഹ്താജില് ബിൻതൈനി ഫഅക്സറ എന്നാണ് കാണുന്നത്. തുഹ്ഫത്തുൽ മുഹ്താജില് സിൻതൈനി ഫഅക്സറ എന്നാണ് ഉള്ളത്. ഫകാന തഖ്ദീറുഹ സിൻതൈനി ഫഅക്സറ എന്നതാണ് കൂടുതൽ നല്ലത്. ഫകാന തഖ്ദീറുഹ, അപ്പോൾ അതിന്റെ തഖ്ദീർ ആയി സിൻതൈനി, രണ്ടാളുകൾ, ഫഅക്സറ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ. ബിൻതൈനി എന്നാകുമ്പോൾ 2 പെൺമക്കൾ എന്നാകും. ഇവിടെ 2 സഹോദരിമാരുടെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ തുഹ്ഫത്തുൽ മുഹ്താജിലുള്ളതുപോലെ സിൻതൈനി എന്നാണ് ബിൻതൈനി എന്നതിനേക്കാൾ നല്ലത്. വയുഷ്തറത്തു, ഷർത്താക്കപ്പെടും, ഇൻഫിറാദുഹുന്ന, അവർ തനിക്കൽ, അമ്മൻ യുഅസ്വിബുഹുന്ന, അവരെ അസ്വബക്കാരികൾ ആക്കുന്നവരെ തൊട്ട്, ഔ യഹ്ജുബുഹുന്ന, അല്ലെങ്കിൽ അവരെ തടയുന്നവരെ തൊട്ട്, ഹിർമാനൻ പരിപൂർണമായി, ഔ നുഖ്സാനൻ അല്ലെങ്കിൽ ഭാഗികമായി. ഇനി അൽ ഇമാമു അൽ മുഹഖ്ഖിഖു മുഹമ്മദുൽ മഹല്ലി റളിയല്ലാഹു അൻഹു കൻസുർ റാഗബീനിൽ എഴുതിയത് നോക്കൂ. വസ്സുലുസാനി ഫർളു ബിൻതൈനി ഫസ്വാഇദൻ. വബിൻതൈ ബിനിൻ ഫഅക്സറ വഉഖ്തൈനി ഫഅക്സറ ലിഅബവൈനി ഔ ലിഅബിൻ എന്നതിന്റെ ശറഹ് കൻസുർ റാഗബീനിൽ ഇങ്ങനെയാണ്: യഅനി മുൻഫരിദാത്തിൻ അൻ ഇഖ്വതിഹിന്ന. ഖാല തആല ഫിൽ ബനാതി ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക്. ഇതിന്റെ അർത്ഥവും ആശയവും പറഞ്ഞ ശേഷം ബാക്കി വായിക്കാം. യഅനി, അദ്ദേഹം ഉദ്ദേശിച്ചു, മുൻഫരിദാത്തിൻ ഒറ്റപ്പെട്ടവരെ, അൻ ഇഖ്വതിഹിന്ന അവരുടെ സഹോദരന്മാരെ തൊട്ട്. ഖാല തആല ഫിൽ ബനാത്തി പെൺമക്കളിൽ അല്ലാഹു തആല പറഞ്ഞു,
فإن كن نساء فوق اثنتين فلهن ثلثا ما ترك എന്ന്. ഇതിന്റെ അർത്ഥവും ആശയവും നേരത്തെ പറഞ്ഞല്ലോ. വഫിൽ ഉഖ്തൈനി, രണ്ടു സഹോദരിമാരിൽ അല്ലാഹു തആല പറഞ്ഞു ഫഇൻ കാനതാ ഇസ്നതൈനി ഫലഹുമാ സുലുസാനി മിമ്മാ തറക്. ഫഇൻ കാനതാ, ഇനി അവർ ആയാൽ, ഇസ്നതൈനി രണ്ടാളുകൾ, രണ്ടു സഹോദരിമാർ എന്നാണ് ഉദ്ദേശ്യം. രണ്ട് സഹോദരിമാരെ കുറിച്ച് വ്യക്തമായി ഈ ആയത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് വഫിൽ ഉഖ്തൈനി എന്ന് ഇമാം മുഹമ്മദുൽ മഹല്ലി റളിയല്ലാഹു അൻഹു എഴുതിയത്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഫലഹുമാ, അവർക്കുണ്ട്, രണ്ടു സഹോദരിമാർക്കുണ്ട് എന്നാണ് ഉദ്ദേശ്യം. അസ്സുലുസാനി മിമ്മാ തറക്ക, അദ്ദേഹം ഉപേക്ഷിച്ചതിൽ നിന്ന് 2/3. നസലത്ത് ഫീ ജാബിരിൻ റളിയല്ലാഹു അൻഹു മാത അൻ അഖവാത്തിൻ. ഇവിടെ ഒരു പ്രസക്തമായ സംശയം ഉണ്ട്. ഇമാം മുഹമ്മദുൽ മഹല്ലി റളിയല്ലാഹു അൻഹു നസലത്ത് ഫി ജാബിരിൻ മാത അൻ അഖവാത്തിൻ എന്നാണല്ലോ എഴുതിയത്. തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലും വമാ ഖീല ലമ്മാ മാത ഗലത്തുൻ ലിഅന്നഹു ആശ ബഅദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബികസീരിൻ എന്നുണ്ടല്ലോ. അതിനോട് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു നസലത്ത് ഫി ജാബിരിൻ മാത അൻ അഖവാത്തിൻ എന്ന് എഴുതിയത് യോജിക്കുകയില്ല. ഫദല്ലത് അലാ അന്നൽ മുറാദ മിൻഹാ അൽ ഉഖ്താനി ഫസ്വാഇദൻ. ഫദല്ലത്, അപ്പോൾ അത് അറിയിച്ചു, അലാ അന്നൽ മുറാദ മിൻഹ, അതിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത് ആണെന്നതിൻ്റെ മേൽ, അൽ ഉഖ്താനി രണ്ട് സഹോദരിമാർ, ഫസ്വാഇദൻ രണ്ടിൽ കൂടുതൽ സഹോദരിമാരും, വൽ ബിൻതാനി വമിസ്ലുഹുമാ ബിൻതൽ ഇബ്നി മഖീസത്താനി അലൽ ഉഖ്തൈനി. വൽ ബിൻതാനി രണ്ടു പെൺമക്കൾ, വമിസ്ലുഹുമാ ഇവരെ പോലെയാണ്, ബിൻതൽ ഇബ്നി മകന്റെ രണ്ടു പെൺമക്കളും, മഖീസത്താനി ഖിയാസാക്കപ്പെട്ടവരാണ്, അലൽ ഉഖ്തൈനി രണ്ട് സഹോദരിമാരുടെ മേൽ, വ ബനാത്തുൽ ഇബ്നി മഖീസാത്തുൻ അലാ ബനാത്തിസ് സുൽബി. വ ബനാത്തുൽ ഇബ്നി മകന്റെ പെൺമക്കൾ, മഖീസാത്തുൻ ഖിയാസാക്കപ്പെട്ടവരാണ്, അലാ ബനാത്തിസ് സുൽബി നേരെ പെൺമക്കളുടെ മേൽ. ആശയം നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി ചിന്തിച്ച് മനസ്സിലാക്കുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.